ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിക്കീസ് ടിപ്സ് ആൻഡ് ടോക്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ തനതായിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല, ശരിക്കുള്ള റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് നോക്കി. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വീഡിയോ കാണാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാംസ് ചിക്കനാണ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നാളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെക്കണം. അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നാളെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി എത്രത്തോളമാണോ പാല് ചേർത്തത് അതിൻ്റെ പകുതി അളവ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഓരോരുത്തരുടെ മുളക് പൊടിയുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം. ഇനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ട വറ്റൽമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു കോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി, എത്രത്തോളമാണോ മൈദപ്പൊടി എടുത്തത് അതിൻ്റെ പകുതി അളവിൽ കോൺഫ്ലവർ പൊടി. ഇനി നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ പൊടി എത്രത്തോളമാണ് എടുത്തത് അതിൻ്റെ അതേ അളവിൽ തന്നെ ഓട്സ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഞാൻ കൈയളവാണ് പറയുന്നത്. ഇതുപോലെ 2 കൈ കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ചേർക്കാം. ഇനി ഈ പൗഡറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. വളരെ ഒരു 2 നുള്ളു ഉപ്പ് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കോട്ടിംഗ് പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാനിൽ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അതിലൊന്ന് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോട്ടിംഗ് മിക്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ചിക്കന്മേൽ ഫുൾ ആ കോട്ടിംഗ് മിക്സ് കവറാവും. നന്നായിട്ട് റോൾ ചെയ്യുക. അതിനുശേഷം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയേക്കാളും കൂടുതൽ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് ബെസ്റ്റ്.
അപ്പോൾ നമ്മളുടെ ചില പീസൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പ്ലേറ്റിന് മേലെ 2-3 ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ചിക്കൻ വന്ന് പോയി കിട്ടും. അങ്ങനെ നമ്മളുടെ ക്രിസ്പി റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡിയായി. ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി അല്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.